നമസ്കാരം. ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള 40ാമത്തെ എപ്പിസോഡാണ്. എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ചാണ്. സത്യത്തിൽ എമ്പുരാൻ ഇപ്പോൾ വൻ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സിനിമ പരാജയമായിരിക്കുമെന്ന് ആദ്യം മനസ്സിലാക്കിയ വ്യക്തി ആരാണെന്ന് അറിയാമോ? അത് പൃഥ്വിരാജ് സുകുമാരനാണ്. അദ്ദേഹം ആ പടം ആ ബഡ്ജറ്റിലൊന്നും ആകില്ല എന്നും പറഞ്ഞ് തുടങ്ങിയ സിനിമയാണ്. പക്ഷേ ഓരോ തവണയും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ആൻ്റണിയേട്ട കൂടെ നിൽക്കുമല്ലോ അല്ലേ എന്ന്. അതായത് പൈസ മുടക്കിക്കൊള്ളൂല്ലോ അല്ലേ എന്ന്. ഒരു ശല്യമില്ലാതെ പൈസ മുടക്കി. പക്ഷേ ആ പടം വിജയിക്കില്ല എന്ന് അദ്ദേഹത്തിന് പ്രിവ്യൂ കണ്ടപ്പോഴേ മനസ്സിലായി. ആ പടം എങ്ങനെ വിജയിപ്പിക്കാം എന്നുള്ളതായ അടുത്ത ചിന്താഗതി. അതിന് റിലീസിന് മുമ്പേ ആ പടത്തിന് വൻ പബ്ലിസിറ്റി കൊടുത്ത് 140 കോടി രൂപയാണ് ആ പടത്തിൻ്റെ മൊത്തത്തിലുള്ള ബഡ്ജറ്റ്. അതിനുശേഷം 60 കോടിക്കടുത്ത് ആ സിനിമയുടെ പബ്ലിസിറ്റിക്കായി മുടക്കി എല്ലാ തരത്തിലും. അങ്ങനെ 200 കോടി രൂപ അടുത്ത് മുടക്കായി. ഒരിക്കലും ഒരു 10-800 തിയേറ്റർ കേരളത്തിൽ വെച്ച് എത്ര തിയേറ്ററിൽ ഓടിക്കൊണ്ടാണ് ഒരു 10-20 തിയേറ്ററുള്ള എറണാകുളത്തൊക്കെ എത്ര തിയേറ്ററിലാണ് പടം റിലീസ് ചെയ്യാൻ നോക്കും? അപ്പോൾ അതിനകത്ത് 100-400 തിയേറ്ററിൽ അല്ലെങ്കിൽ 300 തിയേറ്ററിൽ ഓടിക്കൊണ്ട് ആ പടം 4.5 കോടി ജനങ്ങളുള്ള അല്ലെങ്കിൽ 5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ നിന്ന് ഒരിക്കലും ആ പടം കളക്ട് ചെയ്യില്ലത്. എത്ര രൂപ ചേർത്ത് അതിൻ്റെ വീതം കിട്ടിയാൽ അത് മുതലാകും? അതായില്ല. അതിന് മുമ്പേ അതിന് 50 കോടി 100 കോടിക്കെടുത്ത് പ്രീ സെയിൽ ചെയ്തത്. അതിനുശേഷം തമിഴ്നാട്ടിൽ പല എല്ലാ ഭാഷകളിലും വിദേശത്തൊക്കെ ഓടി. അത് കളക്ട് ചെയ്യില്ല എന്നത് മനസ്സിലായി. ആ സമയത്ത് തന്നെയാണ് അത് ആദ്യത്തെ ദിവസം തന്നെ ആ കളക്ഷൻ വരാൻ കാരണം അതാണ്. തിയേറ്റർ കളക്ഷനൊന്നും അല്ലത്. രണ്ടാമത് ആ പടത്തിന് വിവാദമുണ്ടാകാൻ ആ സ്ക്രിപ്റ്റ് റൈറ്റർ ഒരു മണ്ടനൊന്നുമല്ല. ആ സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതിയിട്ട് നിന്ന് തിരുത്ത് വരുത്തി കുറേ സീനുകൾ എഴുതി ചേർത്ത് അതിങ്ങനെ ആക്കാൻ കാരണം അതും അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കലാകാരൻ, അപാരമായൊരു കലാകാരനേക്കാൾ ഉപരി പൃഥ്വിരാജ് അമിത ബുദ്ധിയുള്ളൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എലോൺ മസ്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയയായ ഫേസ്ബുക്കിൻ്റെ ഓണറല്ല, രണ്ടാമത്തെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഓണറല്ല, മൂന്നാമത്തെ ഇതിൻ്റെ യൂട്യൂബിൻ്റെ ഓണറല്ല. അയാൾക്ക് എത്ര ചാനലുകളുണ്ട്? ഒന്നുമില്ല. അയാളല്ല ഏറ്റവും വലിയ പെട്രോളിയം പ്രൊഡക്ട്സിൻ്റെ ഇതൊന്നും ഉള്ള ആളല്ല. അയാൾ എന്ത് ചെയ്തിട്ടാണ് ഈ ലോകത്തിലെ ഏറ്റവും 22 ലക്ഷം കോടി ഡോളറിൻ്റെ ആസ്തിയുള്ള മനുഷ്യനാകാൻ കാരണം? അത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണ്. അത് സാമ്പത്തികം നോക്കിയല്ല അദ്ദേഹം അതൊന്നും ചെയ്യുന്നത്. പക്ഷേ സാമ്പത്തികം താൻ ചെയ്യുന്ന ജോലിയിൽ മുന്നോട്ട് പോയാൽ അതുണ്ടാകും. അതിനെ ആവശ്യമില്ലാതെ ഈ പടത്തെ വിവാദമാക്കി ഇതിപ്പം 100 കോടി ക്ലബ്ബല്ല, ഇത് 500 കോടി 1000 കോടി ക്ലബ്ബിൽ കിടക്കുന്ന അവസ്ഥ ഉണ്ടാക്കി. അത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. മോഹൻലാൽ ഒരു സാമ്പത്തിക വിദഗ്ധനൊന്നുമല്ല. അദ്ദേഹത്തിന് ഒരു കാലത്ത് വാനപ്രസ്ഥമൊക്കെ എടുത്ത കാലത്ത് അദ്ദേഹം സാമ്പത്തികമായിട്ട് കുറച്ച് പടങ്ങളെടുത്ത അദ്ദേഹം തകർന്നു പോയിരുന്നു. അതിൽ നിന്ന് പിടിച്ചു കയറിയതാണ്, അത് അഭിനയത്തിലൂടെ മാത്രം. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ തുടങ്ങുന്നതൊക്കെ. ഈ പൃഥ്വിരാജ് സുകുമാരൻ്റെ ബുദ്ധിയായിരുന്നത്. അതിനെ ഈ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും എന്നൊക്കെ പറഞ്ഞ് ഭൂരിപക്ഷത്തിനെ അനുകൂലിച്ച് ആ സിനിമ ചെയ്തിരുന്നെങ്കിൽ ആ പടം ഇത്ര പോലും ഓടില്ലായിരുന്നു. അതിനാണ് ന്യൂനപക്ഷത്തിനെ അദ്ദേഹം അനുകൂലിച്ചത്. ന്യൂനപക്ഷം എന്ന് പറയുന്ന അവസ്ഥയിൽ ആ ന്യൂനപക്ഷമൊന്നും ഇന്ത്യക്ക് വെളിയിലുള്ളവരൊന്നുമല്ല, അവർ ഇന്ത്യക്കാരാണ്. ഇന്ത്യയിലാണ് അവർ ഏറ്റവും സുരക്ഷിതമായും ഏറ്റവും സ്വാതന്ത്ര്യത്തോടു കൂടി, ഒരു ഭയമില്ലാതെ ഏറ്റവും സ്വാതന്ത്ര്യത്തോടുകൂടി എന്തും വിളിച്ചു പറയാവുന്ന രീതിയിൽ ഇന്ത്യയിൽ മാത്രമേ ആ ന്യൂനപക്ഷത്തിന് ജീവിക്കാനൊക്കെ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ആ ന്യൂനപക്ഷം ഉള്ളതും ഇന്ത്യയിൽ തന്നെയാണ്, മറ്റൊരു രാജ്യത്തൊന്നും പറ്റില്ല. ഈ ഭൂരിപക്ഷം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ അവരൊരിക്കലും ഈ ന്യൂനപക്ഷത്തെ ഇല്ലാതാക്കാനാണെങ്കിൽ പണ്ടേ ഇല്ലാതാക്കാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഭരിക്കുന്നതും ഒക്കെ അതിബുദ്ധിമാന്മാരാണിപ്പോൾ. കാരണം ഇന്ത്യ ഒന്നാം സൈനിക ശക്തിയും സാമ്പത്തിക ശക്തിയും ഒക്കെ ആകാൻ പോവാണ്. അവരൊരിക്കലും ഈ ഇന്ത്യയെ കുളമാക്കില്ല. കാരണം ഇവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ വലിച്ചു വെച്ച് ഇന്ത്യയെ നശിപ്പിക്കാനൊന്നും തയ്യാറായില്ല. ഇപ്പം മയക്കുമരുന്നിനെ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ടാണ് ഇന്ത്യയെ നശിപ്പിക്കാൻ നോക്കുന്നത്. യുദ്ധം ചെയ്തൊന്നും തോൽപ്പിക്കാൻ ഇന്ത്യയൊന്നും നോക്കില്ല ആർക്കും പറ്റില്ല. സർവസജ്ജമായ ഏത് സമയത്തും യുദ്ധത്തിന് തയ്യാറായ
രണ്ടേ രണ്ട് സൈന്യങ്ങളേ ഉള്ളൂ ലോകത്ത്. ഒന്ന് ഇസ്രായേലും ഒന്ന് ഇന്ത്യയും. ബാക്കി എല്ലാവരും ആ സമയത്ത് തയ്യാറെടുക്കുന്നതാണ്. എല്ലാവരും പട്ടാളക്കാരായ ചൈന പോലും അവർക്ക് പ്രാക്ടീസോട് കൂടി അവർക്ക് ഇറങ്ങാനൊക്കെ ഉള്ളൂ. ഇന്ത്യയിലെ സൈന്യം ഏത് സമയത്തും യുദ്ധസന്നദ്ധരാണ്. പിന്നെ ആയുധങ്ങൾ എല്ലാ കാര്യത്തിലും സാമ്പത്തികം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ചുറ്റും നിൽക്കുന്ന രാജ്യങ്ങൾ മൊത്തം ഇന്ത്യ ആക്രമിക്കാൻ നിന്നപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്വേച്ഛാധിപത്യമാണ് അതാണെന്നൊക്കെ പറയും. അതില്ലെങ്കിൽ ഇന്ത്യ നിലനിൽക്കില്ല. കാരണം ഒരു ജനാധിപത്യ രാജ്യത്തെ ജനങ്ങൾ മൊത്തം ബുദ്ധിമാന്മാരാകണം ഒരു രാഷ്ട്രം രക്ഷപ്പെടണമെങ്കിൽ. ഒരു സ്വേച്ഛാധിപത്യത്തിൽ ആ സ്വേച്ഛാധിപതി മാത്രം ബുദ്ധിമാനായിരുന്നാൽ മതി, ആ രാജ്യത്തോട് സ്നേഹം ഉണ്ടായിരുന്നാൽ മതി. അതുകൊണ്ട് ഇവിടെ ഒന്നും ഏതെങ്കിലും വലിയ നേതാക്കന്മാർ, അത് ഇടതുപക്ഷമോ വലതുപക്ഷമോ ന്യൂനപക്ഷമോ ഭൂരിപക്ഷമോ ഏതെങ്കിലും ഒരു തലമുതിർന്ന നേതാക്കന്മാർ, ബുദ്ധിയുള്ള ഏതെങ്കിലും നേതാക്കന്മാർ ഈ സിനിമയെക്കുറിച്ച് വിമർശിച്ച് കേട്ടിട്ടുണ്ടോ? വിമർശിക്കില്ല. കാരണം അവരുടെ മുന്നിലെയും ഒന്നും അതൊന്നുമല്ല. അവർക്ക് ഇന്ത്യയെ സംരക്ഷിക്കുക, അല്ലാതെ ഇവിടെ ഒരു വർഗീയതകളെ ഉണ്ടാക്കി ഇവിടെ തമ്മിൽ കീറാനൊന്നും ആരും സമ്മതിക്കില്ല. കാരണം ഈ ന്യൂനപക്ഷത്തിൻ്റെ ഏതെങ്കിലും തലമുതിർന്ന ഏതെങ്കിലും വിവരമുള്ള ഈ ന്യൂനപക്ഷത്തെ നിയന്ത്രിക്കുന്ന ആരെങ്കിലും മിണ്ടിയോ സിനിമയ്ക്കെതിരെ? ഈ ഭൂരിപക്ഷത്തിൻ്റെ ഏതെങ്കിലും തലമുതിർന്ന നേതാക്കന്മാർ, ബുദ്ധിയുള്ളവരാരെങ്കിലും പ്രതികരിച്ചോ? ഇല്ല. ഏതെങ്കിലും മറ്റ് രാഷ്ട്രീയ സംഘടനയുടെ ആരെങ്കിലും ബുദ്ധിയുള്ള തലമുതിർന്ന നേതാക്കന്മാർ ഇതിനോട് പ്രതികരിച്ചോ? അതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് ആ സിനിമയുടെ വിജയം. കാരണം ഇപ്പോൾ എന്തുകൊണ്ടായി? ആ പടം പൊളിഞ്ഞ് പാളിച്ചായി പോകേണ്ട ഒരു സിനിമ, പക്ഷെ ഭയങ്കര മേക്കിങ്ങാണ്. അതായത് ഗ്രാഫിക്സും ആനിമേഷനും ഭയങ്കര പൈസ മുടക്കിയും 5 ഹെലികോപ്റ്റർ വന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്താലും പടം വിജയിക്കണമെന്നില്ല. അത് മേക്കിങ്ങിലാണ്. അതിനകത്തൊരു ശക്തമായ കഥ പോലുമില്ല. അങ്ങനെ ഒരു സിനിമ വിജയിപ്പിച്ചെടുക്കുന്നത് ലൂസിഫർ പോലല്ല. ലൂസിഫറിലും എന്താണ് വ്യക്തമായൊരു കഥയുള്ളത്, പക്ഷേ അതിൻ്റെ മേക്കിങ്ങാണ്. ആ മേക്കിങ്ങൊന്നും ഇപ്പോൾ നടക്കില്ല. ഇതിനകത്തൊരു കഥ വ്യക്തമായിട്ടില്ലതാനും. അപ്പോൾ പിന്നെ ഇത്രയും പണം തിരിച്ചു പിടിക്കാൻ അത് പൊളിഞ്ഞ് പാളിച്ചായി പോകേണ്ട ഒരു പടം ഇപ്പം അതിൻ്റെ ഇരട്ടി പൈസ കിട്ടുന്നൊരവസ്ഥ. ഇപ്പം ശത്രുക്കളും കാണും, മിത്രങ്ങളും കാണും, ഈ കുറ്റം പറയാൻ വേണ്ടി കാണും, എല്ലാവരും കാണും. അങ്ങനെ ആ പടത്തിൽ മേക്കിങ്ങിൽ വളരെ നല്ലൊരു പടമാണ്. ഒരിക്കലും അത് മേക്ക് ചെയ്യുമ്പോഴേ അറിയാം മലയാളത്തിലൊന്നും ഓടിയൊന്നും ആ പൈസ കളക്ട് ചെയ്യില്ലെന്ന്. ഇന്ത്യ മൊത്തം ഓടണം. അത്രയും 1000 തിയേറ്ററുകളുണ്ട്. അങ്ങനെയൊക്കെ ഓടിയാലൊക്കെ ആ പടം വിജയിക്കുകയുള്ളൂ. പക്ഷേ ഓടിയാലും ആ പടം സാധാരണ എത്രയോ പടങ്ങൾ 250 പടങ്ങൾ പൊളിഞ്ഞ് പെട്ടിക്കകത്തൊക്കെ ഇരിക്കുന്ന സമയത്താണ്, 5 പടങ്ങൾ വിജയിച്ച സമയത്തൊക്കെയാണ്. തമിഴിലെ സ്ഥിതി മോശമാണ്. ആ സമയത്താണ് ഈ പടത്തെ ഇപ്പോൾ എല്ലാവരും പോയി കാണും. എല്ലാവരും കാണും, വിമർശിക്കാൻ വേണ്ടി കാണും, അനുകൂലിക്കാൻ വേണ്ടി കാണും. എല്ലാവരും ഈ താഴെ തട്ടിലുള്ള ഈ സാധാരണ ബുദ്ധിക്കാരാണ് ഫേസ്ബുക്കിൽ ഇടുന്നതും അതിലിടുന്നതും ഇതിലിടുന്നതൊക്കെ. അതൊന്നുമല്ല അതിൻ്റെ യുക്തി. ആ പടം വിജയിക്കാൻ ബിസിനസ് തന്നെ. ആ പടത്തിൻ്റെ പൈസ മൊത്തം പോയിരുന്നെങ്കിൽ ആരും നമ്മളൊന്നും തിരിച്ചു കൊടുക്കില്ല പൈസയൊന്നും. ആ പടവും വിജയിച്ചു, അത് വിവാദമായി. അതിനകത്ത് എത്ര ഷോട്ടുകൾ കട്ട് ചെയ്ത് കളഞ്ഞാലും, എത്ര ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞാലും ആ പടം ഇനി കൂടുതൽ കളക്ട് ചെയ്തുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഇപ്പോൾ കട്ട് ചെയ്ത ഭാഗങ്ങൾ പോലും പോസ്റ്റ് ചെയ്യുന്ന ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ കണ്ടു. അത് കാണാൻ എത്രയോ 16 കണക്കിന് ആളുകളാണ് 5 മണിക്കൂർ കൊണ്ടൊക്കെ ഉണ്ടാകുന്നത്. അതാണ് അതിൻ്റെ ഒരു വിജയം. നമ്മൾ ഇത് വെച്ച് ഇതൊരു വർഗീയ പ്രശ്നമായിട്ട് എടുക്കുകയും വേണ്ട, ഇതൊരു രാജ്യത്തിൻ്റെ പ്രശ്നമായിട്ട് എടുക്കുകയും വേണ്ട. ഇതൊക്കെ മനസ്സിലായതുകൊണ്ടാണ് ബുദ്ധിമാന്മാരായ നമ്മളെ ഭരിക്കുന്നവരും നയിക്കുന്നവരും മിണ്ടാതിരിക്കുന്നത്. ഇത് നല്ല രീതിയിൽ ആ പടം വിജയിക്കട്ടെ എന്നാശംസിക്കുന്നു. നല്ലൊരു പടമാണ്, നല്ല മേക്കിങ്ങൊക്കെയാണ്, നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പൃഥ്വിരാജിനാണ് ആദ്യം ആ പടം പൊളിഞ്ഞു പോകുമെന്ന് മനസ്സിലായത്. അദ്ദേഹം ബുദ്ധിപൂർവ്വം നീങ്ങിക്കൊണ്ടാണ് ഈ പടം സീനുകൾ തിരുത്തി വേറെ ഷൂട്ട് ചെയ്ത് ആ പടം ഈ അവസ്ഥയിലെത്തിച്ച് അതിന് അങ്ങാണ്ട് 19 കോടി രൂപ തന്നെ അതിൻ്റെ പബ്ലിസിറ്റിക്ക് മുടക്കി ആ പടം വിജയിപ്പിച്ചെടുത്ത്. മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നം പറഞ്ഞ തമിഴ്നാട്ടിൽ ഏതാണ്ട് പച്ച ഷാളും കുറച്ച് പേര് വന്ന് ഇവിടെ കിടന്ന് തടയാൻ പോകാമെന്നും പറഞ്ഞ് വരുന്നു. പക്ഷേ അവിടുത്തെ ഏതെങ്കിലും നല്ലൊരു രാഷ്ട്രീയ പാർട്ടിക്കാർ അതിൻ്റെ പുറകെ ഇറങ്ങുന്നുണ്ടോ? ഇല്ല. അതിൻ്റെ പുറകെ നല്ല രാഷ്ട്രീയ പാർട്ടിക്കാരോ ബുദ്ധിയുള്ള ഭരണാധികാരികളോ ആരും അതിൻ്റെ പുറകെ ഇറങ്ങുന്നില്ല. കാരണം അത് അവിടെ ഓടും ഇനി ആ പടം. അതാണ് അതിൻ്റെ ഫാക്റ്റ്. നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ കാണാം.